everyone, welcome back to Xylem. Welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. സോ നമ്മുടെ പബ്ലിക് എക്സാമിന്റെ തീയതിയും മുഹൂർത്തമൊക്കെ കുറിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും നിങ്ങൾ പരീക്ഷയെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങുന്ന സമയമാണിത്. ആൻഡ് എനിക്ക് ഒരുപാട് മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി കുട്ടികൾ അയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ അസ്ത്ര ബാച്ചുകാര്, സർ +1 ഗ്രാമർ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഗ്രാമറിൽ ഓരോ ടോപ്പിക്കുകൾക്കും സാർ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാൻ പറ്റുമോ, കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അങ്ങേയറ്റം യൂസ്ഫുൾ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം, സർ +1 ഗ്രാമറിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? അത് SSLC എക്സാം പോലെ തന്നെയാണോ? ഉത്തരം അബ്സല്യൂട്ട്ലി നോ. എന്താ കാരണം? SSLCയിൽ നമുക്ക് 6 ഡെഡിക്കേറ്റഡ് ടോപ്പിക്കുകളുണ്ട്. ഏതൊക്കെയാണ് ടോപ്പിക്സ്? റിപ്പോർട്ടഡ് സ്പീച്ച്, എഡിറ്റിംഗ്, ഫ്രേസൽ വെർബ്, നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ്, പ്രപ്പോസിഷൻ, കോൺവെർസേഷൻ കംപ്ലീഷൻ. സോ ഈ 6 ടോപ്പിക്കുകളിൽ നിന്നാണ് നമുക്ക് നിരന്തരമായി ചോദ്യങ്ങൾ വരുന്നത്. എന്നാൽ +1 എത്തുമ്പോൾ ടോപ്പിക്കുകളുടെ എണ്ണം കുറയുന്നു, ഗ്രാമറിന് അലോട്ട് ചെയ്തിരിക്കുന്ന മാർക്കും കുറയുന്നു. അതായത് 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 80 ഏകദേശം ഒരു 20 മാർക്കോളം ഗ്രാമർ ആയിരുന്നെങ്കിൽ +1 എത്തുമ്പോൾ മാക്സിമം ഒരു 12-13 മാർക്കൊക്കെ ഗ്രാമറിന് ചോദിക്കുന്നുള്ളൂ. ഹാപ്പി ആയില്ലേ? ഇനി എവിടെ നിന്നാണ് ഗ്രാമർ ചോദ്യങ്ങൾ വരുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായി അനലൈസ് ചെയ്യാം. അതിനു മുമ്പ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടോ? ടോപ്പിക്സ് ടു കവർ. ഏതൊക്കെ ടോപ്പിക്സ് ആണ് +1 പബ്ലിക് എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ട ഗ്രാമർ ടോപ്പിക്സ്? കോൺവെർസേഷൻ കംപ്ലീഷൻ ഉണ്ടോ? ഇല്ല. പ്രപ്പോസിഷൻസ് ഉണ്ടോ? ഇല്ല, സാധാരണ ഇതിൽ കാണാറില്ല. നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ് ഉണ്ടോ? ഇല്ല. പിന്നെ എന്തൊക്കെയാ വരുന്നത് സർ? അത് പറ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. തൊട്ട് മുമ്പത്തെ പബ്ലിക് എക്സാം 2024 പബ്ലിക് എക്സാമിന് എന്തൊക്കെയാണ് ഗ്രാമറിന് വന്ന ചോദ്യങ്ങൾ എന്നൊന്ന് അനലൈസ് ചെയ്യാം. പ്രശ്നം തീരുമല്ലോ. നോക്കൂ, ഇത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസിങ് ദ റൈറ്റ് ഓപ്ഷൻ ഫ്രം ദ ബ്രാക്കറ്റ്. ഇതിന്റെ ആൻസർ ഞാനിപ്പോ പറയാം. നോക്കൂ, ആദ്യത്തെ ആൻസർ എന്താ? 5 കിലോമീറ്റേഴ്സ് നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഈസ് ആണോ ആറാണോ? നമുക്കറിയാം, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ആ ചോദ്യം ചോദിച്ചത്. ഇതിന്റെ ആൻസർ എന്താ വരിക? 5 കിലോമീറ്റേഴ്സ് ഈസ് എന്നാണ് വരിക. കാരണം 5 കിലോമീറ്റേഴ്സ് കാണുമ്പോൾ നമുക്ക് പ്ലൂറൽ ആയിട്ട് തോന്നുമെങ്കിലും അതൊരു സിംഗിൾ എൻറ്റിറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. അപ്പോൾ 5 കിലോമീറ്റേഴ്സ് ആറെന്ന് പറയരുത്, 5 കിലോമീറ്റേഴ്സ് ഈസ് എന്നേ പറയാവുള്ളൂ. അല്ലെ, അതുപോലത്തെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്കറിയാം. അല്ലെ, $10 ഈസ് എന്നാ പറയാ, 20 years ഈസ് എ ലോങ് ടൈം, 50 miles ഈസ് ടു ഫാർ ടു വാക്ക്, 100 degrees ഈസ് എക്സ്ട്രീംലി ഹോട്ട് എന്ന രീതിയിലൊക്കെയാണ് പറയുക. കാരണം എന്താ, ഇതൊക്കെ കേൾക്കും നമുക്ക് പ്ലൂറലായിട്ട് തോന്നുമെങ്കിൽ അതെന്താണ്, അതൊരു സിംഗിൾ എൻറ്റിറ്റിയാണ്, ഒരു സിംഗിൾ ഒരു മെഷർമെന്റിനെയോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസിനെയൊക്കെയാണ് കാണിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് ഐ ഹാഡ് ട്രൈഡ് അഗെയിൻ. സോ നിങ്ങൾക്ക് മനസ്സിലായത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിന്റെ ഏത് ഫോർമാറ്റ് ആണ് നോക്കിയേ. ഹാഡ് ട്രൈഡ് എന്ന് പറയുമ്പോൾ എന്താ വരണ്ടേ? ഹാഡ് +V3 എന്നാ വരണ്ടേ. സോ ഇഫ് ക്ലോസിൽ ഹാഡ് +V3 ആണ് വരേണ്ടതെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് +V3 വരണം. വുഡ് ഹാവ് +V3 തന്നെ വരണമെന്നില്ല, എന്ത് വന്നാലും മതി, കുഡ് ഹാവ് +V3 വന്നാലും മതി. അപ്പൊ ആ ഫോർമാറ്റിലുള്ള ആൻസർ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയേ. യെസ്, ഐ കുഡ് സോൾവ് അല്ല, ഐ കുഡ് ഹാവ് സോൾവ്ഡ്. അപ്പൊ ഇതാണ് എന്ത് ആൻസർ. ഓക്കെ, അടുത്തത്, ഹസൻ അസിസ്റ്റഡ് ഡോക്ടർ ക്രോണിൻ ടു ഹെൽപ്പ് ദ പേഷ്യൻസ്. എന്താ ചോദ്യം? ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അപ്പൊ എന്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാ? പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വേണ്ടി. ഇതൊക്കെ ഓരോ മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഇതാകെ 3 മാർക്കിന്റെ ചോദ്യമായിട്ടേ ഉള്ളൂ. അല്ലെ, ആദ്യത്തത് നമുക്ക് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, സബ്ജക്ട് വെർബ് കോൺകോർഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണെന്ന് പറയാം. രണ്ടാമത്തെ എന്താണ്? ഇഫ് ക്ലോസ് ആണ്. മൂന്നാമത്തെ എന്താണ്? പാസീവ് വോയിസ് ആണ്. ഇതിന്റെ ആൻസർ എങ്ങനെ വരിക? ഹസൻ അസിസ്റ്റഡ് ഡോക്ടർ ക്രോണിൻ എന്നുള്ളത് മാറിയിട്ട് എന്താവും? ഡോക്ടർ ക്രോണിൻ വാസ് അസിസ്റ്റഡ് ബൈ ഹസൻ ടു ഹെൽപ്പ് ദ പേഷ്യൻസ് എന്നാവും. ഓക്കെ, അതിൻ്റെ ഒരു ടേബിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എന്താണ് ആവശ്യമായിട്ട് പറയണം. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം ഉറപ്പായിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ആക്റ്റീവ് വോയിസിനും പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന ഒരു ലിസ്റ്റ്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ ഈ PDF ഒന്ന് കരുതി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. നമ്മളിപ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് നോക്കി? സബ്ജക്ട് വെർബ് കോൺകോർഡ്, ഇഫ് ക്ലോസ്, പിന്നെന്താണ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. പക്ഷെ ഇതൊക്കെ ഒരുപാട് മാർക്കിന് ചോദിച്ചോ? ഇല്ല, 3 മാർക്കായിട്ടേ ഉള്ളൂ. ഇനി അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ മറ്റൊരു ചോദ്യമാണ് ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ്. 2 മാർക്ക്, 3 + 2 5 മാർക്കിനാണ്.
5 മാർക്കിനാണ് കഴിഞ്ഞ പബ്ലിക് എക്സാമിന് ആകെ എന്ത് വന്നത്, ചോദ്യം വന്നത്. ആകെ വന്നത് എത്ര മാർക്കിനാ, 5 മാർക്ക്. അപ്പൊ നിങ്ങൾ ഈ ഗ്രാമർ എന്ന് പറഞ്ഞ് പേടിക്കേണ്ടതാണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്, ചാപ്റ്റേഴ്സിലും ഡിസ്കോഴ്സുകളുടെ ഫോർമാറ്റിലും ഒക്കെയാണ്. കാരണം 10ാം ക്ലാസ്സിന് +1 എത്തുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടെ ജനറൽ ആവുകയാണ്. നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലിനെ ടെസ്റ്റ് ചെയ്യുന്ന, നിങ്ങളുടെ കാലിബറിനെ പരീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. ആൻഡ് നാച്ചു സാറിന്റെ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 വർഷത്തെ പബ്ലിക് എക്സാമിന്റെയും മോഡൽ എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഗ്രാമറിനെ കുറിച്ചുള്ള പേടി കുറച്ചൊന്ന് മാറ്റി വെക്കാം. ദാറ്റ് ഡസന്റ് മീൻ ഗ്രാമർ പഠിക്കണമെന്നല്ല, ഉറപ്പായിട്ടും ഗ്രാമർ പഠിക്കണം. പക്ഷെ അവിടെ നോക്കൂ, ഈ വരുന്ന ചോദ്യങ്ങൾ നോക്കിക്കേ. ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങളൊന്ന് മനസ്സിലാക്കി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കി. നോക്കിക്കോളെ, എന്താ ചോദ്യം? When I go to that part of the country, I shall visit your brother's grave and write to you, says Gupta. ഇത് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിർത്തിയാണ്. എന്നാൽ ഇവിടെ നിങ്ങളെ പറ്റിക്കാണ് ഈ ചോദ്യം ചെയ്യുന്നത്. കാരണം ഇവിടെ എന്താ പറഞ്ഞത്, സേസ് ഗുപ്ത എന്നാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, വെൻ ഐ ഗോ എന്നൊക്കെ കാണുമ്പോൾ വെൻ ഹി ഹാഡ് ഗോൺ എന്നൊക്കെ എഴുതും. സോറി, വെൻ ഹി വെന്റ് എന്നൊക്കെ എഴുതും. കാരണം ഗോ വന്ന എന്താവും, വെന്റ് ആവും അല്ലെ. ഷോൾ വന്നാൽ ഷുഡ് ആവും എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞു നോക്കിയിട്ടുണ്ടാവും. പക്ഷെ തെറ്റാ. കാരണം എന്താ, ഇത് സേസ്, അതായത് ഇത് സിമ്പിൾ പ്രസന്റിലാണ് കിടക്കുന്നത്. ആൻഡ് ഇത് ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്താ പറയാ, ഇത് തുടങ്ങേണ്ടത്, ഇതിന്റെ ആൻസർ തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്, ഗുപ്ത സേസ് എന്നാണ്. സെഡ് നല്ലല്ലോ പറഞ്ഞത്. സോ ഗുപ്ത പറയുന്നു, സേസ്. അവിടെ ലിങ്കിങ് വേർഡ് എന്ത് എഴുതുക, ദാറ്റ് എഴുതുക. കാരണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് വെൻ ഐ എന്നുള്ളത് മാറി എന്താവും, ഹീ എന്നാവും. ഗോ മാറി വെന്റ് ആവില്ല, ഗോ തന്നെ ആവും. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താവും, ഇവിടെ വരുമ്പോൾ സിംഗുലർ ആവും. അപ്പൊ എന്താവും, വെൻ ഹി ഗോസ് ടു that part of the country, ഐ എന്നുള്ള മാറി ഹീ എന്നാവും. നിങ്ങൾക്ക് ഷോൾ എന്ന് എഴുതാം, പക്ഷെ ഐയുടെ കൂടെയാണ് സാധാരണ നമ്മൾ ഷാൾ ഉപയോഗിക്കുക. സോ ഹീ എന്നാവുമ്പോൾ നിങ്ങൾക്ക് ഷാൾ മാറ്റി വില്ലെന്ന് എഴുതാം, അല്ലെങ്കിൽ ഷോൾ എന്ന് എഴുതാൻ കുഴപ്പമൊന്നുമില്ല. ഹീ വിൽ വിസിറ്റ് your brother's grave എന്നുള്ളത് മാറിയിട്ട് എന്താവും, her brother's grave and write to her എന്നാവും. സിമ്പിൾ ആണോ എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഓവറായിട്ട് വർക്ക് ചെയ്ത് കൊളാക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല. കീപ് ഇറ്റ് വെരി സിമ്പിൾ. ഓക്കെ, ഇനി നോക്കൂ, വീണ്ടും പറയുന്നു, റിപ്പോർട്ട് സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് എക്സാം 2023 പോയി കഴിഞ്ഞാൽ അവിടെ എന്താ ഉള്ളത്, അവിടെയും സബ്ജക്റ്റ് വേർബ് കോൺകോഡ് എന്ന് ചോദ്യം വന്നു. എന്തെന്ന്, സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് എന്ന് ചോദ്യം വന്നു. നമുക്ക് ചോദ്യം നോക്കാം. ആകെ എത്ര ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ അറിയോ, 1, 2, 3 ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. 3 ക്വസ്റ്റ്യൻസ് ആ പബ്ലിക് എക്സാം. ഏത് പബ്ലിക് എക്സാമിന്, 2023 പബ്ലിക് എക്സാമിന്. ഓക്കെ, ഇവിടെയും ഓപ്ഷൻസ് ആണ്, ഒന്നിക്കെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. അപ്പൊ ഇവിടെ 4 മാർക്ക് ഉണ്ട്, ഇവിടെ എത്ര മാർക്ക് ഉണ്ട്, 4 മാർക്ക് ഉണ്ട്. പക്ഷെ ഇതിന് അതിന് മാത്രം ഒന്നും ഇല്ല. നിങ്ങൾ വലിയ ഗ്രാമർ ടോപ്പിക്കുകളൊന്നും ഇവിടെ ഇല്ല. നോക്ക് ചോദ്യം, വൺ ഓഫ് ദ ഷീപ്പ് ഹാസ് ഓർ ഹാവ് എ ബെൽ ഓൺ ഇറ്റ്സ് നെക്ക്. എളുപ്പമാണ്. വൺ ഓഫ് ദ ഷീപ്പ് ഹാസ് എന്നാ പറയുക. കാരണം വൺ ഓഫ് ദ ഷീപ്പ് എന്ന് വെച്ചാൽ ഷീപ്പുകളിൽ ഒന്നെന്നല്ല. അപ്പൊ ഒരാളെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ ഹാസ് ആണ്. അടുത്തത്, ദ ടീച്ചർ ടുഗദർ വിത്ത് ദ സ്റ്റുഡൻസ് ഹാസ് ഓർ ഹാവ് കം. എന്തായിരിക്കും വരിക? ആക്ച്വലി ഇതൊരു ഈ പറഞ്ഞ സാധനമല്ലോ, ടുഗദർ വിത്ത് ദ സ്റ്റുഡൻസ് എന്നുള്ള ഒരു പാരന്തീസിസ് ആണ്. അതായത് ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട നൗൺ. ഇത് അതിന്റെ കൂടെ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുന്ന സാധനമാണ്. അതായത് ഇവിടെ ആക്ച്വലി കോമ വേണമായിരുന്നു ഇവിടെയും, പക്ഷെ അവിടെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി തന്നില്ല. നോക്കൂ, ദ ടീച്ചർ ടുഗദർ വിത്ത് ദ സ്റ്റുഡൻസ്. ടീച്ചർ കുട്ടികളുടെ കൂടെ. അപ്പൊ ആരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ടീച്ചർ. അപ്പൊ ടീച്ചർ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ്. അപ്പൊ ദ ടീച്ചർ ടുഗദർ വിത്ത് ദ സ്റ്റുഡൻസ് ഹാസ് എന്നാണ് വരിക. അടുത്തത്, നെയ്തർ ദ ടീച്ചർ നോ ദ സ്റ്റുഡൻസ്. ഇത് മറ്റൊരു സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ആണ്. നെയ്തർ നോർ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. എവിടെയാണോ വേർബ് ഉള്ളത്, ഇപ്പൊ ഇവിടെയല്ലേ വേർബ് ഉള്ളത്, ഇവിടെയല്ലേ വേർബ് എഴുതുന്നത്. വേർബിന്റെ തൊട്ടടുത്തുള്ള നൗൺ ഏതാ നോക്കാം. സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് എന്നുള്ളത് ഏതാണ്? സ്റ്റുഡൻസ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ ആണ്. പ്ലൂറലിന്റെ കൂടെ ഹാവ് അല്ലേ പോവാ, ഹാസ് അല്ലല്ലോ. അത്രേ ഉള്ളൂ. ഇനി തിരിച്ചായിരുന്നെങ്കിലോ, നെയ്തർ ദ സ്റ്റുഡൻസ് നോർ ദ ടീച്ചർ എന്നായിരുന്നെങ്കിൽ ഹാസ് എന്നായിരുന്നു. മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ, നെയ്തർ നോർ. ഓക്കെ, അടുത്ത്, ഇഫ് യു ഇൻവൈറ്റ് ഹർ. നോക്കൂ, ഇൻവൈറ്റ് V1 ആണ്. സോ ഷീ വിൽ കം ആണോ, വുഡ് കം ആണോ? വിൽ കം ആണ്. ഓക്കെ, ഇതായിരുന്നു കഴിഞ്ഞതിന് മുമ്പത്തെ വർഷത്തെ ചോദ്യം. ഇനി അടുത്തത്, fill in the blanks with the correct form of the verb in the parenthesis. നോക്കൂ, the police came only after the thief. ഇതൊക്കെ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ആണ്. നോക്ക്, അതായത് 2 കാര്യങ്ങൾ നടന്നു. ഒന്നെന്താ, പോലീസ് വന്നു, തീഫ് എസ്കേപ്പ് ചെയ്തു. ഇതിൽ ആദ്യം നടന്ന കാര്യം ഇത്.
രണ്ടാമത് നടന്ന കാര്യം ഏതാ? ഇത്. നമ്മൾ ആദ്യം ഇത് പറയുമെങ്കിലും നടന്ന ഏതാ? കള്ളൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെയാണ് പോലീസ് വന്നത്. സോ അങ്ങനെ രണ്ട് കാര്യങ്ങൾ പാസ്റ്റ് നടക്കുമ്പോൾ ആദ്യം നടന്ന കാര്യത്തിന് മുമ്പിൽ പാസ്റ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3 ചേർക്കണം എന്നുള്ളതാണ് റൂൾ. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരിക? ഇവിടെ ആൻസർ ഇത്രേ വരുള്ളൂ, ഹാഡ് എസ്കേപ്ഡ് എന്ന് വരും. എന്ത് വരും? ഹാഡ് എസ്കേപ്ഡ്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ഇയർ ഐ വാക്ക്. ലാസ്റ്റ് ഇയർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വാക്ക് എന്നല്ല, അതിന്റെ പാസ്റ്റ് ടെൻസ് എഴുതണം. എന്താണ്? വാക്ക്ഡ് ആണ്. അടുത്തത് ഹി യൂഷ്വലി വെയർസ് പാൻസ്. സാധാരണ ഇതിൽ പാൻസ് ആണ് ധരിക്കാറ്. ബട്ട് നൗ ഹി വെയർ അല്ല, ഇപ്പോൾ എന്നല്ലേ പറയുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇപ്പൊ ധരിച്ചുകൊണ്ടിരിക്കുന്നത് വെയറിംഗ് ആണ്. അടുത്ത് ലുക്ക് നോക്കൂ, പ്രസന്റ് കണ്ടിന്യൂസ്. ദ സ്നോ ഈസ് ഫാളിങ്. സ്നോ ഈസ് ഫാളിങ്. ഫോൾസ് എഴുതരുത്, സ്നോ ഈസ് ഫാളിങ് എഴുതും. ഓക്കെ, ആൻഡ് ഇത്രയും ചോദ്യങ്ങൾ വന്നു. ആൻഡ് ഒരു സെറ്റ് കൂടെ വന്നു. ദ പോലീസ് കെയിം ഓൺലി. ഓക്കെ, സെയിം ക്വസ്റ്റൻ ആണ്. അപ്പൊ 4 മാർക്കിന്റെ ചോദ്യം എന്തുള്ളൂ ആകെ വന്നിട്ടുള്ളൂ. ഞാൻ ഇതിന്റെ ആൻസർ ആണ് ഇവിടെ കൊടുത്തത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ 4 മാർക്കേ ആകെ 2023 ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് കവർ ചെയ്യേണ്ട ടോപ്പിക്സ്? കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഏതാണ്? സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് ആണ്. ഏതാണ്? സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ്. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. മറ്റൊരു ടോപ്പിക് ഏതാണ്? ഇഫ് ക്ലോസ് ആണ്. മറ്റൊരു ടോപ്പിക് ഏതാണ്? പാസീവൈസേഷൻ അല്ലെങ്കിൽ പാസീവ് വോയിസ് ആണ്. ഈ 3 ടോപ്പിക്കുകൾ പ്ലസ് 3 ഈ 4 ടോപ്പിക്കുകൾ റിപ്പോർട്ടർ സ്പീച്ചിൽ നമ്മളിപ്പോൾ ചെയ്തു. ഈ 4 ടോപ്പിക്കുകളിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളൂ? കഴിഞ്ഞ 2 വർഷത്തെ പബ്ലിക് എക്സാമിന് ചോദ്യം വന്നിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? സമാധാനമായല്ലോ? കാര്യം മനസ്സിലായല്ലോ? ഹോൾഡ് അപ്പ്, വെയിറ്റ് എ സെക്. ഒരു മിനിറ്റ് പോലെ വീഡിയോ കട്ട് ചെയ്ത് പോലെ ലൈക്ക് ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളെ. എന്നാൽ 2023 മോഡൽ എക്സാമിന് എന്ത് വന്നിട്ടുണ്ട്? എഡിറ്റിംഗ് വന്നിട്ടുണ്ട്. 2023 പബ്ലിക് എക്സാമിന് വന്നിട്ടുണ്ട്, പക്ഷെ മോഡൽ എക്സാമിന് വന്നിട്ടുണ്ട്. 2022 ഇംപ്രൂവ്മെന്റ് എക്സാമിന് എന്ത് വന്നിട്ടുണ്ട്? എഡിറ്റിംഗ് വന്നിട്ടുണ്ട്. ആനുവൽ എക്സാം 2021 എഡിറ്റിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് വളരെ പ്രധാനമായും പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക് ഏതാണ്? +1 എഡിറ്റിംഗ് ആണ്. ഏതാണ്? എഡിറ്റിംഗ്. ഇതൊക്കെ ഒരുപാട് മാർക്കിന് ചോദിക്കുന്നതല്ല ഞാൻ പറഞ്ഞു, പക്ഷെ എഡിറ്റിംഗ് എന്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഇനി കേട്ടോ, 2022 മോഡൽ എക്സാമിന് കൊഹെസീവ് ഡിവൈസസ് ചോദിച്ചിട്ടുണ്ട്. എന്ത് ചോദിച്ചിട്ടുണ്ട്? കൊഹെസീവ് ഡിവൈസസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ ഞാൻ തരികയാണ്. സർ, ഏതൊക്കെയാണ് +1 നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഗ്രാമർ ടോപ്പിക്കുകൾ? നോക്കൂ, സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. എഡിറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. റിപ്പോർട്ടർ സ്പീച്ചും ഇഫ് ക്ലോസും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്ത എന്താണ്? പാസീവ് വോയിസ്, കൊഹെസീവ് ഡിവൈസസ്. സോ ഇത്രയുമാണ് നമുക്ക് +1 പഠിക്കാനുള്ള ഗ്രാമർ ടോപ്പിക്കുകൾ. സോ ഒരു തുടക്കത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒന്ന് പഠിച്ചു തുടങ്ങാൻ വേണ്ടി ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്താണ് വേണ്ടത്, ഏത് വീഡിയോ ആണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഞാനത് വായിക്കും. സോ until we see with the next video, this is Nasir Faruddin, നിങ്ങളുടെ സ്വന്തം നാച്ചർ സാർ, signing off from Xylem Learning. Happy learning everybody.